നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ നിസ്കരിക്കുന്ന ആൾക്കാർ ഇവനെ വിളിച്ചു, ഇങ്ങ് വാടോ, നീ എന്താ കണ്ണുപൊട്ടനാണോ? ഈ നിസ്കരിക്കുന്ന ആൾക്കാരൊന്നും നീ കണ്ടില്ലേന്ന്. കൈസ് പറഞ്ഞു, ഞാൻ കണ്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഹേ, അതെന്താ? ഇത്ര ആളുകൾ നിസ്കരിക്കുന്നുണ്ട് എന്നിട്ടും നിനക്ക് കണ്ടില്ലേന്ന്. അപ്പോൾ കൈസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനേ ലൈലയെ തേടി നടക്കുകയായിരുന്നു. ലൈലൻ്റെ നായയെ കണ്ടപ്പോൾ ആ നായ ഓടിയതിലൂടെ ഞാൻ ഓടുകയായിരുന്നു. എൻ്റെ ലൈലയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു എൻ്റെ ഓരോ കാൽ ചുവടുകളും ഞാൻ വെച്ചത്. ആ സമയത്ത് മറ്റൊന്നും ഞാൻ മുമ്പിൽ കണ്ടില്ല. നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്കരിക്കുന്ന ഭക്തന്മാരാണല്ലേ, അള്ളാഹുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആളുകളാണല്ലേ. ഞാൻ ഒരു നായയ്ക്ക് പിന്നാലെ ഓടുന്നത് നിങ്ങൾ കണ്ടുവല്ലേ. നിങ്ങളുടെ നിസ്കാരം വല്ലാത്ത നിസ്കാരം തന്നെയാണ് കേട്ടോ. ഞാനൊരു നായൻ്റെ പിന്നാലെ ഓടിയപ്പോൾ എൻ്റെ ലൈലയെ അന്വേഷിച്ച് നടന്നപ്പോൾ നിങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടില്ല. പടച്ചോനെ അന്വേഷിച്ച് നടക്കുന്ന ഞാൻ നിങ്ങളുടെ മുമ്പിലൂടെ ഓടുന്നത് നിങ്ങൾ കണ്ടൂലേന്ന് ആര് ചോദിക്കുന്നുണ്ട്? കൈസ് അവരോട് ചോദിക്കുന്നുണ്ട്, എന്ത് നിസ്കാരമാണോ നിങ്ങളൊക്കെ നിസ്കരിക്കുന്നത്? ഇത് വല്ലാത്തൊരു ചോദ്യമല്ലേ. നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താ? കൈസ് അന്ന് ചോദിച്ച ചോദ്യം നമ്മളോടും കൂടിയല്ലേ ചോദിക്കുന്നേ. നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ നമ്മളോടും കൂടിയിട്ടല്ലേ ആ ചോദ്യം ചോദിക്കുന്നത്, നമ്മളിലേക്ക് കൂടിയല്ലേ ആ ചോദ്യത്തിൻ്റെ മുന വരുന്നത്. ഒന്നാലോചിച്ച് നോക്കിയേ, ഇതൊക്കെയല്ലേ നമ്മുടെ നിസ്കാരം. ഇതും വെച്ചിട്ടാണ് നമ്മളെ പടച്ചോൻ്റെ മുമ്പിലേക്ക് ഓടിച്ചെല്ലാം കാത്തിരിക്കുന്നത്.